കേരളം ആവർത്തിക്കുന്ന ഈ ചോദ്യത്തിനു മുന്നിൽ പൊട്ടിച്ചിരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. സതീശനും ചെന്നിത്തലയും തമ്മിലുള്ള മുഖ്യമന്ത്രി തർക്കം ഇരുവരുടെയും മോഹം ഒരിക്കൽ കൂടി തട്ടിക്കളയുമോ എന്നറിയാൻ കാത്തിരിക്കുകയാണ് കേരളം. സതീശനെ വെട്ടാൻ ചെന്നിത്തല നടത്തിയ നാടകങ്ങളുടെ ക്ലൈമാക്സ് ആണോ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്? ചെന്നിത്തലയുടെ കുഴിയിൽ സതീശൻ വീണതുകൊണ്ടാണ് അദ്ദേഹം വനവാസത്തിന് പോയത്. തനിക്ക് വനവാസമാണ് ഫലമെന്ന് പറയാതെ പറയുകയായിരുന്നു സതീശൻ എന്നുള്ള വിമർശനങ്ങൾ. തനിക്ക് മുഖ്യമന്ത്രിയാകാൻ കഴിയില്ലെന്ന് സതീശന് അറിയാം എന്നാണ് ഒരു കൂട്ടരുടെ വാദം. ഷാഫി പറമ്പിലിനെ പോലെ സതീശന്റെ പിന്നിൽ ഉറച്ചു നിന്നവരാരും ഇപ്പോൾ അദ്ദേഹത്തിനൊപ്പമില്ല. ലൈംഗിക ആരോപണത്തിൽ കുടുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സ്വീകരിച്ച കർശന നടപടികളാണ് അദ്ദേഹത്തെ യുവ നേതാക്കളിൽ നിന്നും അകറ്റിയത്. രാഹുലിനെതിരെ പാർട്ടി സ്വീകരിച്ച നടപടി കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നതാണെന്നാണ് സതീശൻ പറഞ്ഞത്. ഒരു IAS ഉദ്യോഗസ്ഥയെ അപമാനിച്ചയാൾ വരെ ഇന്ന് മന്ത്രിയായി തുടരുന്നുണ്ട്. അതിന് യാതൊരു ഉളുപ്പുമില്ല എന്ന് വി.ഡി. സതീശൻ വിമർശിച്ചുകൊണ്ട് പറഞ്ഞത്. ലൈംഗിക അപവാദ കേസിൽ പ്രതികളായ എത്ര മന്ത്രിമാരുണ്ട്? അവരെയൊക്കെ ആദ്യം പുറത്താക്കണം. റേപ്പ് കേസിൽ പ്രതിയായ MLAയോട് രാജിവെക്കാൻ പറയണം. സതീശന്റെ പ്രസ്താവന വന്നതിന് പിന്നാലെ CPM സൈബർ പോരാളികൾ സതീശനെതിരെ രംഗത്തിറങ്ങി. സതീശനെതിരെ അപമാനകരമായ പ്രസ്താവനകൾ നടത്തി. ചില സ്ത്രീകളെ കൊണ്ടുവന്ന് സതീശനെ അപമാനിക്കുന്ന പ്രസ്താവനകളും ഇറക്കി. സതീശന് മറുപടി പറയാൻ സാധിക്കാത്ത തരത്തിലായിരുന്നു സൈബർ ആക്രമണം അതിരുവിട്ടുപോയത്. ഒരു വാർഡിൽ ഒരു സൈബർ പോരാളിയെ നിയോഗിക്കാനാണ് CPM തീരുമാനിച്ചത്. സമൂഹ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നവരെ കണ്ടെത്തി തീവ്ര പരിശീലനം നൽകാനായിരുന്നു തീരുമാനം. CPMന്റെ സാമൂഹ്യ മാധ്യമ കൂട്ടായ്മ ഇതിനായി ഒരു പുസ്തകം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. MV നികേഷ് കുമാറിനാണ് ഇതിന്റെ ചുമതല. ഇത്തരത്തിൽ കഠിനമായ പരിശീലനത്തിലൂടെ കോൺഗ്രസിനെ നിർഭയമായി നേരിട്ട CPMന് മുൻപിൽ കോൺഗ്രസ് വിയർത്തൊലിച്ചു. തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു മുന്നണി പോരാളിക്ക് അപകടം സംഭവിച്ചപ്പോൾ നേതാക്കൾ മാറി നിന്നു എന്ന ആക്ഷേപം കോൺഗ്രസിന്റെ സമുന്നത നേതാക്കൾ പോലും പറഞ്ഞു. ഇതിലും ദോഷം സംഭവിച്ചിരിക്കുന്നത് സതീശന് തന്നെയാണ്. കാരണം സതീശനെ സതീശനാക്കിയത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും ചേർന്നുള്ള യുവ തുർക്കികളാണ്. ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ സതീശൻ കൂടെ നിൽക്കാത്തത് അവരെ അമ്പരപ്പിച്ചു. ചെന്നിത്തലയാകട്ടെ തനിക്കൊപ്പമുള്ള നേതാക്കളെ ഒപ്പം തന്നെ നിർത്തുന്നുണ്ട്. കോൺഗ്രസ് എല്ലാ കാലവും സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണെന്നും രാഹുൽ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തുടരുമെന്നും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തലയും അന്ന് പറഞ്ഞു. സ്ത്രീപക്ഷ നിലപാട് പാർട്ടിയുടെ അജണ്ടയാണ്. ആരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ നേതൃത്വം ഐക്യകണ്ഠേന എടുത്ത തീരുമാനമാണ്. ഇത്തരം വിഷയങ്ങളിൽ കോൺഗ്രസിന് വിട്ടുവീഴ്ചയില്ല. എന്നാൽ CPM എക്കാലത്തും സ്ത്രീ പീഡകർക്ക് കൂടാരമൊരുക്കുന്ന പാർട്ടിയാണ്. നിയമസഭയിലും ഭരണരംഗത്തുമൊക്കെ സ്ത്രീ പീഡകർ നിരവധിയാണ്. അവരെ ഏത് വിധത്തിലും സംരക്ഷിക്കുന്ന നിലപാടാണ് CPM എന്നും സ്വീകരിച്ചിട്ടുള്ളത്. പീഡനത്തിന്റെ തീവ്രത വരെ അളന്ന് ആരോപണ വിധേയരെ കുറ്റവിമുക്തരാക്കിയ പരിഹാസ്യമായ പാരമ്പര്യമാണ് CPMനുള്ളത്. രാഹുലിന്റെ കേസിൽ ആരോപണം ഉയർന്നു വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്ന് മാറ്റി. അല്ലാതെ തീവ്രത അളക്കാൻ കമ്മീഷനെ വെക്കുകയല്ല ചെയ്തത്. അദ്ദേഹത്തിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വന്ന സാഹചര്യത്തിലാണ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യേണ്ടി വന്നത്. കോൺഗ്രസിന് എടുക്കാൻ കഴിയുന്ന ഏറ്റവും മാതൃകാപരമായ തീരുമാനമായിരുന്നു ഇത്. ഇതായിരുന്നു രാഹുൽ വിഷയത്തിൽ വി.ഡി. സതീശൻ പറഞ്ഞ നിലപാട്. എന്നാൽ ഇത് പിന്നീട് വി.ഡി. സതീശന് വലിയ പ്രഹരമായി മാറി. ഇതൊന്നുമല്ല കോൺഗ്രസിലെ പ്രവർത്തകരും നേതാക്കളും കരുതുന്നത്. ആദർശ പ്രസംഗങ്ങൾക്ക് പിന്നാലെ പോയാൽ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ ആള് കാണില്ല എന്ന ശക്തമായ താക്കീത് പ്രധാനപ്പെട്ട നേതാക്കൾക്ക് പ്രവർത്തകർ തന്നെ ഇതിനകം നൽകി കഴിഞ്ഞു. എന്നാൽ അതിലൊന്നും കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു കുലുക്കവുമില്ല. സതീശൻ മുഖ്യമന്ത്രിയാകണോ, ചെന്നിത്തല മുഖ്യമന്ത്രിയാകണോ, അതോ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണോ എന്ന തർക്കത്തിലാണ് കോൺഗ്രസ് നേതൃത്വം. UDF സർക്കാർ അധികാരത്തിൽ വരുമെന്ന് ഉറപ്പ് ലീഗ് നേതാക്കൾക്ക് പോലുമില്ല. കാരണം CPMന്റെ പ്രവർത്തനം താഴെ തട്ടുമുതൽ അതീവ കരുതലോടെയാണ് നടത്തിയത്. കോൺഗ്രസും UDFും ലീഗുമൊക്കെ അധികാരം തങ്ങൾക്ക് തന്നെ കിട്ടും എന്നുറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിലും തൊട്ടപ്പുറത്തെ CPM എന്ന ഭയം അവരെ വേട്ടയാടുന്നുണ്ട്. സതീശൻ പറയുന്നത് പോലെ സ്ത്രീ പീഡന കേസുകളിൽ പ്രതികളായ മന്ത്രിമാരും MLAമാരും ഇടതുമുന്നണി സർക്കാരിൽ നിർഭയം പരിലസിക്കുന്നുണ്ട്. അവർക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ പാർട്ടിയും സർക്കാരും നേതാക്കളും അവർക്കൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. അതുകൊണ്ടൊന്നും ഒരു ദോഷവും CPMന് വന്നു ചേർന്നില്ല. ഏതായാലും സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനം തുലാസിലായി കഴിഞ്ഞിട്ടുണ്ട്.
UDFന് വലിയ തിരിച്ചടി ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു രാഹുൽ വിഷയം കത്തിക്കയറിയത്. പ്രത്യേകിച്ച് VD സതീശൻ ഇത് വലിയ തിരിച്ചടി ഉണ്ടാക്കി. കാരണം VD സതീശനൊപ്പം നിലയുറപ്പിച്ചിരുന്ന KSU, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം തന്നെ അദ്ദേഹത്തിനെതിരാകുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. സതീശന്റെ യുവതുർക്കികൾ കോൺഗ്രസിന്റെ അസ്ഥിവാരം തോണ്ടും എന്ന വ്യക്തമായ സന്ദേശം രമേശ് അന്ന് കേന്ദ്ര നേതാക്കൾക്ക് നൽകിയിരുന്നു അത്രേ. വേണുഗോപാൽ ചെന്നിത്തലയ്ക്കൊപ്പമാണ് നിലകൊള്ളുന്നത്. കാരണം തനിക്ക് മുഖ്യമന്ത്രിയാകാൻ കഴിയാതെ വന്നാൽ വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാനാണ് ചെന്നിത്തലയുടെ താല്പര്യം. ഇല്ലെങ്കിൽ ആദ്യത്തെ ടേമിൽ വേണുഗോപാൽ, രണ്ടാം ടേമിൽ താൻ എന്ന സമവായം ചെന്നിത്തല അവതരിപ്പിക്കും എന്നുള്ള ചില വാദങ്ങളും വരുന്നു. യുവതുർക്കികൾ വിട പറഞ്ഞതോടെ സതീശന്റെ പ്രതാപം അസ്തമിച്ചു എന്നാണ് വലിയൊരു വിമർശനം. കോൺഗ്രസിലെ ഓരോ നീക്കങ്ങളും ലീഗ് അതീവ ശ്രദ്ധയോടെയാണ് നോക്കിക്കാണുന്നത്. കലാപം മൂർച്ഛിക്കുന്ന നിമിഷം തന്നെ കളം വിടാനാണ് ലീഗിന്റെ തീരുമാനം. അടുത്ത തവണ സർക്കാർ കിട്ടിയില്ലെങ്കിൽ ലീഗ് കോൺഗ്രസിനൊപ്പം കാണില്ല എന്നുള്ള വിമർശനങ്ങൾ വരെ വരുന്നുണ്ട്. ഇടതുമുന്നണിക്ക് തുടർഭരണം കിട്ടിയാലും അത് ചെറിയ മാർജിനിലായിരിക്കുമെന്ന് ലീഗ് കരുതുന്നു. അങ്ങനെ വന്നാൽ തങ്ങളെ തേടി ഇടതുമുന്നണി വരും എന്ന് ലീഗ് കരുതുന്നു. PK കുഞ്ഞാലിക്കുട്ടിക്കാകട്ടെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി അടുത്ത സൗഹൃദമുണ്ട്. എന്നാൽ അങ്ങ് ലീഗ് വലതുപക്ഷത്ത് നിന്ന് പോകാനും സാധ്യതയൊന്നുമില്ല. കാരണം 10 വർഷം അധികാരത്തിന് പുറത്തായിരുന്നല്ലോ അവർ. ഈ സമയങ്ങളിലൊക്കെയും ലീഗിനെ കൈപ്പിടിയിലൊതുക്കാൻ CPM പല കളി പുറത്തെടുക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതിലൊന്നും ലീഗ് വീണിട്ടില്ല. ലീഗ് പോകും എന്നുള്ള തരത്തിൽ ചില വാദങ്ങളൊക്കെ ഉയർന്നു വരുന്നത് അതൊരു CPM കോട്ടകളിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുന്ന വാദങ്ങളാണ്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ലീഗ് ഇടതുമുന്നണിയിലായാലും വലതുമുന്നണിയിലായാലും പ്രശ്നമില്ല എന്നുള്ളതാണ്. കാരണം രണ്ടും UPAയുടെ ഭാഗം തന്നെയാണ്. ഏതായാലും സതീശന്റെ വീഴ്ച തികച്ചും അപ്രതീക്ഷിതമാണ്. യുവതുർക്കികൾ അദ്ദേഹത്തെ കൈവിട്ടു എന്നുള്ള തരത്തിലാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ പ്രതിപക്ഷത്തെ സുധീരമായി നയിച്ച സതീശൻ 2026-ൽ വഴിയാധാരമായാൽ അതിനുള്ള ഏക മറുപടി അദ്ദേഹത്തെ എല്ലാവരും കൈവിട്ടു എന്നത് തന്നെയായിരിക്കും. കാരണം സതീശന്റെ ശരീരഭാഷ അദ്ദേഹത്തിന് പലതരത്തിൽ വിനയായി മാറുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും പിന്തുടരുന്ന ശരീരഭാഷയല്ല സതീശന്റേത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചെന്നിത്തലയുടെയും ഉമ്മൻചാണ്ടിയുടെയും മെയ്വഴക്കമാണ് ഉത്തമമെന്ന് തിരിച്ചറിയാത്തതാണ് സതീശന്റെ യഥാർത്ഥ പ്രശ്നം. സതീശന് വെട്ടൊന്ന് മുറി 2 എന്നുള്ള തീരുമാനമാണ്. എല്ലാവരെയും വെറുപ്പിക്കുന്ന ഒരു പ്രകൃതമാണ്. സതീശനെയും ഇല്ലാതാക്കാൻ രമേശ് ചെന്നിത്തല നിരവധി തന്ത്രങ്ങൾ മെനയുന്നുണ്ട് എന്നുള്ള ചില പരിഹാസങ്ങളുണ്ട്. തിരുവനന്തപുരത്തെ പ്രശസ്തനായ ഒരു ജ്യോത്സ്യന്റെ നിർദ്ദേശാനുസരണമാണ് ചെന്നിത്തല ആത്മീയ വഴിയിലേക്ക് തിരിഞ്ഞതത്രേ. 2026-ൽ മുഖ്യമന്ത്രിയാകുക എന്ന ലക്ഷ്യവുമായാണ് ചെന്നിത്തല നീങ്ങുന്നത്. അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ടെന്നും അത് പരിഹരിക്കാൻ പൂജയും മന്ത്രങ്ങളും പരിഹാര ക്രിയകളും മാത്രമാണ് പോംവഴിയെന്ന് ജ്യോതിഷ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ചെന്നിത്തലയുടെ നീക്കം എന്നൊക്കെയാണ് ചില അടക്കം പറച്ചിലുകൾ കോൺഗ്രസിൽ നിന്ന് തന്നെ വരുന്നത്. എല്ലാ മലയാള മാസം 1-ാം തീയതിയും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തണം എന്ന ഉപദേശമാണ് പ്രധാനമായും ചെന്നിത്തലയ്ക്ക് ലഭിച്ചിരിക്കുന്നത് അത്രേ. ലീഡർ K കരുണാകരന്റെ പാത പിന്തുടർന്നാണ് ഗുരുവായൂർ ക്ഷേത്ര ദർശനം പതിവാക്കുന്നത് രമേശ് ചെന്നിത്തല. K കരുണാകരൻ എത്ര തിരക്കുണ്ടെങ്കിലും എല്ലാ മലയാള മാസം 1-ാം തീയതിയും ഗുരുവായൂരിൽ എത്തുമെന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. ആ പതിവ് പിന്തുടരാനാണ് ശ്രമം. ഭഗവത് സന്നിധിയിൽ എല്ലാ ദുഃഖങ്ങളും ഇറക്കി വെക്കാനാണ് തീരുമാനമെന്നും രമേശ് ചെന്നിത്തല പറയുന്നു. രമേശ് ചെന്നിത്തല ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ എത്താറുണ്ട്. എന്നാൽ അതൊരു പതിവല്ല. എന്നാൽ ഇടയ്ക്കൊക്കെ എന്നത് മാറ്റി പതിവായി എല്ലാ മലയാള മാസവും 1-ാം തീയതി ഗുരുവായൂരപ്പനെ കണ്ടു തൊഴാനാണ് മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ തീരുമാനം. 2025 മീനമാസം 1-ാം തീയതിയായി നടത്തിയ ക്ഷേത്ര ദർശനം ഇതിൻ്റെ ഒരു തുടക്കമായി. മുഖ്യമന്ത്രി പദം എന്ന മോഹത്തോടെയാണ് ചെന്നിത്തല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. എന്നാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും നഷ്ടമായി. ഇനി രക്ഷ തൻ്റെ രാഷ്ട്രീയ ഗുരു ലീഡറുടെ ശൈലിയാണെന്ന് ചെന്നിത്തല കണക്ക് കൂട്ടുകയാണ്. ഈ സാഹചര്യത്തിലാണ് എത്ര തിരക്കാണെങ്കിലും എല്ലാ മലയാള മാസവും 1-ാം തീയതി കണ്ണനെ കണ്ടു തൊഴുന്ന കരുണാകരൻ ശൈലി ചെന്നിത്തല കടമെടുക്കുന്നത് എന്ന് ചെന്നിത്തലയുടെ കൂട്ടരും പറയുന്നു. അധികാരം കിട്ടിയാൽ മുഖ്യമന്ത്രിയാകണം എന്ന ആവശ്യം ചെന്നിത്തല ഉന്നയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സതീശനെ അപ്പോഴും ചെന്നിത്തലയ്ക്ക് ഭയമുണ്ട്. ഏതായാലും പൂജ നടത്തി മുഖ്യമന്ത്രി സ്ഥാനം തിരികെ പിടിക്കാനാണ് ചെന്നിത്തലയുടെ ശ്രമം. തീർത്തും വ്രണിത ഹൃദയനാണ് ചെന്നിത്തല. മന്ത്രവാദം മാത്രമാണ് പോംവഴി എന്ന് ചിന്തിച്ച രാഷ്ട്രീയക്കാർ മുൻപും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. K കരുണാകരൻ ഗുരുവായൂരിൽ ദർശനം നടത്തിയിരുന്നതും ജ്യോതിഷ വിധി പ്രകാരമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ വിധി മുൻപേ നിശ്ചയിക്കപ്പെട്ടിരുന്നു. രാഷ്ട്രീയത്തിൽ നിന്നും പുറത്തായ തന്നെ മടക്കിക്കൊണ്ടുവന്ന ജോസഫ് വാഴയ്ക്കന് പോലും സീറ്റ് വാങ്ങി നൽകാൻ കഴിഞ്ഞില്ല എന്ന വേദനയിലാണ് VD സതീശൻ.
തനിക്ക് റോളില്ലെന്ന് മനസ്സിലാക്കി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകും മുൻപേ സ്ഥലം വിട്ടു ചെന്നിത്തല. പാർട്ടി ജയിച്ചാൽ KC മുഖ്യമന്ത്രി ആകുമോ എന്നുള്ള ഭയം ചെന്നിത്തലയെയും VD സതീശനെയും വേട്ടയാടുന്നുണ്ട്. സ്വന്തം ഗ്രൂപ്പിലുള്ള MLA-മാർ KCയെ പിന്തുണച്ചേക്കും. പിന്നീട് ആലപ്പുഴ ജില്ലയിൽ നിന്നും ജനവിധി തേടും. ഇക്കാര്യം VDയും RCയും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായപ്പോൾ KC വേണുഗോപാലിന് മാത്രം നേട്ടമുണ്ടായെന്ന് ഒറ്റ വരിയിൽ പറയാം. സീറ്റ് ലഭിച്ചവരിൽ കൂടുതൽ പേരും KCയോടൊപ്പം നിൽക്കുന്നവരാണ്. കോൺഗ്രസ് മത്സരിച്ച 92 സീറ്റിൽ 3-1 KCക്കൊപ്പം നിന്നവരാണ്. ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ അധികാര സമവാക്യം മാറിമറിഞ്ഞപ്പോൾ 1 ദശാബ്ദത്തോളം അപ്രമാദിത്വമുണ്ടായിരുന്നത് A ഗ്രൂപ്പിനായിരുന്നു.